അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വിചാരിച്ചു നമ്മളൊരു സ്റ്റേ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി നടന്നാൽ പെട്ടെന്ന് എത്താത്ത ദൂരത്തിലാണെന്നാണ് വിചാരിച്ചത്. ഇതാണ് നമ്മൾ ഇന്നലെ താമസിച്ച റൂം. 2 കോട്ട ഉണ്ടാവുക. അങ്ങനെ നമ്മൾ കയ്യിലെ ടാഗൊക്കെ കട്ട് ചെയ്ത് എന്നിട്ട് തിരിച്ചു വരാൻ നമ്മൾ ഇന്നലെ 1, 2, 3 ബസ് നമ്മൾ കയറാൻ പറ്റുന്നില്ല. എന്നിട്ട് ചില സമയം നമ്മൾ അങ്ങനെയാണ്, നമ്മൾ ഇമാജിനറി എന്ന് പറയുന്നത് നമ്മളൊരു സ്ഥലത്ത് നമ്മൾ പോകുന്നതിന് മുന്നിൽ നമ്മളങ്ങ് ഇമാജിൻ ചെയ്യുമല്ലോ. അതുകൊണ്ട് നമ്മൾ ഭയങ്കരമായ എക്സ്പെക്റ്റേഷൻ ഒരിക്കലും വെക്കുക. എക്സ്പെക്റ്റേഷൻ എന്നല്ല, ഇവിടുന്ന് ഇപ്പോഴൊരു വൈബ് എന്ന് പറഞ്ഞാൽ ഉള്ളിന്ന് സദ്ഗുരുവിൻ്റെ ആ ഇതുണ്ടല്ലോ, എന്താ പറയുക, ആ ഒരു മന്ത്രത്തിൻ്റെ അതിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. അത് കേൾക്കാൻ തന്നെ അടിപൊളി. നമ്മളങ്ങനെ ആദിയോഗീൻ്റെ ലേസർ ഷോ എല്ലാം കണ്ടിട്ട് ഭക്ഷണം കഴിച്ച് എന്നിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ബസ് കാത്തുനിൽക്കുന്ന, ഇവിടെ ഇപ്പോൾ നമ്മൾ ബസ് കാത്ത് നിന്നിട്ട് ബസ് വരണം. ബസ്സിലാണ് നമ്മൾ ബ്രഹ്മപുത്ര, നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ പേരാണത്, ബ്രഹ്മപുത്ര, അവിടത്തേക്ക് പോകേണ്ടത്. അപ്പോൾ വന്നപാട് നമ്മൾ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ 7 o'clock എത്തണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വിചാരിച്ചു നമ്മളൊരു സ്റ്റേ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി നടന്നാൽ പെട്ടെന്ന് എത്താത്ത ദൂരത്തിലാണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇതങ്ങനെയല്ല, ബസ് അല്ലെങ്കിൽ ബാറ്ററി വെഹിക്കിളുണ്ട്, അതിലൊക്കെ വേണം നമ്മൾ ഓരോ ലൊക്കേഷനിലേക്ക് പോകാൻ. അവിടെ കുറച്ച് ദൂരമുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ പെട്ടെന്ന് വന്നിട്ട് ഇതൊക്കെ കണ്ട് തിരിച്ച് നമ്മളെ റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുത്ത് വരലൊന്നും നടക്കില്ല. പിന്നെ കുറച്ച് ടൈമാവും അത്. അപ്പോൾ നടക്കാനാണെങ്കിൽ കുറച്ചുണ്ട്, നടക്കാൻ വേണ്ടിയെങ്കിൽ കുറച്ചുണ്ട്. നമുക്ക് അത്ര അത് വയബിളല്ല ശരിക്കും. അതുകൊണ്ട് നമ്മൾ ഇന്ന് വേറെ ഒന്നും കാണാൻ നിൽക്കുന്നില്ല. ഇനി നമ്മൾ നേരെ റൂമിൽ പോകുന്നു, റെസ്റ്റ് എടുക്കുന്നു. നാളെ രാവിലെ വന്നിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്നും കൂടി വെളിച്ചത്തിലൊന്ന് കാണേണ്ട പരിപാടിയാണ്. അപ്പോൾ നമുക്ക് റൂമിൽ പോയിട്ട് നോക്കാം, റൂമൊന്ന് കാണിച്ചു തരാൻ പറ്റുമെന്ന്, അല്ലെങ്കിൽ നാളെ രാവിലെ കാണാം. ഹായ്, ഗുഡ് മോർണിംഗ് ആൾ. ഇപ്പോൾ സമയം 6:20, 6:20 മോർണിംഗ്. നമ്മൾ ഇന്നലെ ലേസർ ഷോയിലും കണ്ട് ഭക്ഷണം കഴിച്ച് നേരെ റൂമിൽ വന്ന് കിടന്നുറങ്ങി സുഖമായിട്ട്. രാവിലെ ഇപ്പം എണീറ്റിട്ടുള്ളൂ. നമ്മളിപ്പം തന്നെ ചെക്കൗട്ട് ചെയ്യണം. ഇനി ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. അവിടെ നിന്ന് അതെല്ലാം കണ്ടിട്ട് അങ്ങനെ നേരെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത്, ഇതാണ് ബ്രഹ്മപുത്ര. യെസ്, കണ്ടോ, നമുക്ക് ടാഗൊക്കെ തന്ന ടാഗ്. അത് കുളിക്കുമ്പോൾ പോകില്ല, വാട്ടർ പ്രൂഫാണ്. ഇത് ചെക്കൗട്ട് ചെയ്താലേ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ താമസിക്കുന്ന അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലേ ടാഗാണിത്. അപ്പം നമ്മളിതാ ബ്രഹ്മപുത്ര എന്ന് പറയുന്ന ഇത് വലിയ സ്ഥലമാണ് ശരിക്കും. ഇങ്ങനെ ഒരുപാട് ബിൽഡിംഗ് ഉണ്ട്, 3-4-5 ബിൽഡിംഗ് ഉണ്ട്. നല്ല കഴുങ്ങെല്ലാം വെച്ച് നല്ല ഗ്രീനറിയാണ്. ഇപ്പുറത്താണെങ്കിലും ഇതൊരു ഫോറസ്റ്റാണ് ശരിക്കും. അതിൻ്റെ ഉള്ളിലാണ് ഇത് കംപ്ലീറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് ഇവിടുന്ന് നമ്മളെ ആദിയോഗീൻ്റെ അടുത്തും ധ്യാന ഇതിലെല്ലാം പോകണ്ടെങ്കിൽ കുറച്ച് ദൂരമുണ്ട്. ഇവരെ ബസ് വഴിയേ പോകാൻ പറ്റും. നമ്മളെ പ്രൈവറ്റ് ഇവിടെ ഒരു സമയം ചെക്കിനായി കഴിഞ്ഞാൽ നമ്മളെ വണ്ടി പുറത്ത് പിന്നെ എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ അവരെ ഷട്ടിൽ സർവീസ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ആ ഒരു ചെറിയ ദൂരമുണ്ട്, വെയിറ്റ് അത്രയേ ഉള്ളൂ. ഒരു 10 മിനിറ്റ്സിൽ വണ്ടി വരും. ചിലപ്പം ഡിലേ ആവും, ചിലപ്പോൾ റഷ് ഉണ്ടാവും അതിൽ. ഇന്നലെ അങ്ങനെ കുറച്ച് ഡിലേ ആയി. നമ്മൾ പ്രൈവറ്റ് ഓട്ടോയിലും പിടിച്ചിട്ടല്ലോ വന്ന്. എന്നിട്ടും പകുതിക്കുന്ന ഓട്ടോനെ വിട്ടില്ല. എന്താ, എന്നിട്ട് നമ്മൾ പിന്നെ ഓട്ടോനെ വിട്ടില്ല. പിന്നെ എഗെയിൻ അവിടെ വെയിറ്റ് ചെയ്തിട്ട് അടുത്ത ബസ് വന്നിട്ട് ആ ബസ്സിലൊക്കെയാണ് നമ്മൾ വന്നത്. അങ്ങനെ ചെറിയ പ്രോബ്ലംസ് ഉണ്ട്. പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവരെ സിസ്റ്റം അതാണ്, നമ്മളതിൽ അഡാപ്റ്റ് ആവുകയായി മതിയാവും. അപ്പോൾ ഇവിടുന്ന് പിന്നെ അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ചെക്ക് ഔട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എഗെയിൻ പ്രോബ്ലം
ആണത്. അവിടെ ചെക്കൗട്ട് ചെയ്തിട്ട് വണ്ടി അപ്ഗ്രേഡിങ് വെക്കും. അപ്പോൾ ഇവിടുന്ന് 2 മോഡുണ്ട്. ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവരെ ഭക്ഷണം നമ്മൾ ഇന്നലെ കഴിക്കാൻ പറ്റിയില്ല. ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വേറൊരു ബാറ്ററി വെഹിക്കിൾ ഉണ്ട്, ആ ബാറ്ററി വെഹിക്കിൾ യൂസ് ചെയ്യണം. പിന്നെ ഇവിടത്തേക്ക് ആദിയോഗിൻ്റെ സ്റ്റാച്യു ആണെങ്കിൽ അവിടുന്ന് ഒരു ബസ്സുണ്ട്, ആ ബസ്സിൽ നമ്മൾ പോകണം. ഞാനിപ്പം താഴെ ഇറങ്ങി ജസ്റ്റ് ഒരു റൗണ്ട് നമ്മളിപ്പം പെട്ടെന്ന് വിടുകയല്ലോ, ചുമ്മാ ഒന്ന് കാണാം സ്ഥലങ്ങൾ. ഇന്നലെ രാത്രി വന്നുകൊണ്ട് ഒന്നും തിരിഞ്ഞിട്ടില്ല. നമ്മൾ വേലയെ കൂടിയാണ് വന്നതെന്നോ. ഇതിൻ്റെ ഉള്ളിൽ കയറിപ്പാടന്നെ ഡാർക്കായില്ലേ, ഒന്നും കാണാൻ പറ്റിയില്ല. ശരിക്കും നല്ല രസമാണ്. രാവിലെ ഇവിടെ സ്റ്റേ ചെയ്താലേ നമുക്ക് ഈ മോർണിംഗ് വൈബ് കിട്ടുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. കണ്ടോ, നല്ല രസമില്ലേ നേച്ചർ. ഇത് കണ്ട അടുത്ത ബിൽഡിംഗ് ആണ് അവരത് അപ്പുറത്തില്ലേ. ഓരോന്നിനും ഓരോ പേരുണ്ട്. ഇന്നലെ നമ്മൾ വന്നേരം തന്നെ മൊത്തം ഒരുപാട് കൺഫ്യൂഷനായി. നമ്മളെ റൂമിലേക്ക് പോകുന്നത് നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, ഏത് വണ്ടിയിലാണ് നമ്മളെ റൂമിലേക്ക് പോകേണ്ടത്, അങ്ങനെയെല്ലാം കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ. അപ്പം അങ്ങനെ ചോദിച്ചിങ്ങനെ ഓരോ ആള് ഇതേപോലെ ടാഗും കെട്ടി നിൽക്കുന്നുണ്ടാവും. അപ്പം അവരെ കൈ നോക്കിയാൽ മതി, ബ്രഹ്മപുത്ര എന്ന് എഴുതിയിട്ടുണ്ടോ. വേറെ സ്റ്റേ ആണെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ പേരാണ് ഉണ്ടാവുക. ഇത് ഗ്രൗണ്ടിൽ ഒന്നിലും ബിൽഡിംഗ് ഇല്ല. ഗ്രൗണ്ടിൽ ഇതേപോലെ ഓപ്പണും പാർക്കിംഗ് ഇല്ല, അങ്ങനത്തെ ഇതാണ്. മുകളിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് എല്ലാം. നമ്മൾ താമസിച്ചത് ഇതിൻ്റെ മുകളിൽ, ഈ സ്റ്റേ ആണ് നമ്മൾ താമസിച്ചത്. ഞാൻ റൂം കാണിച്ചു തരാം, റൂം എങ്ങനെയാണെന്ന്. റൂം പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 3 ആളതല്ലേ, ട്രിപ്ലക്സ് ആണല്ലോ എടുത്തത്. അപ്പോൾ ട്രിപ്പിളിൽ 2 കോട്ടേ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു എക്സ്ട്രാ ബെഡ് അവർ തന്നു. നല്ല രസമുണ്ടല്ലേ. അപ്പോൾ ഓക്കെ, നമുക്ക് തിരിച്ച് റൂമിൽ പോവാം. ഇതിൻ്റെ പല ഭാഗത്തും ഇതേപോലെ പല ബ്യൂട്ടിയാണ്. ഇനി അതിൻ്റെ ഉള്ളിൽ വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. അതിൻ്റെ ഉള്ളിൽ എന്തുകൊണ്ട് അലൗഡ് അല്ലാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ എടുക്കലല്ലല്ലോ മെയിൻ. അവിടെ പോയിട്ടാകുമ്പോൾ യോഗയും അതിൻ്റെ മന്ത്രങ്ങളും അവിടെ ഇല്ല, ധ്യാന കേന്ദ്രത്തിലെ ആ ഒരു വൈബും ഒക്കെ കിട്ടണമെങ്കിൽ വീഡിയോഗ്രാഫി ഒന്നും അലോ ചെയ്യാൻ പാടില്ല. അപ്പം നമ്മളവിടെ ശരിക്കും അത് ഫീൽ ചെയ്യാൻ വേണ്ടേ. നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ നല്ല പോസിറ്റീവ് എനർജി നമുക്കുണ്ടാവും, പോസിറ്റീവ് വൈബ് ഉണ്ടാവും. അതിലുകൊണ്ടാണ് ക്യാമറ ഒന്നും അലോ ചെയ്യാത്തത്. നമുക്ക് തോന്നും, പക്ഷേ അയ്യോ നല്ല സ്ഥലം, ക്യാമറ ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാമെന്നല്ലോ പറ്റില്ല. ഓക്കെ, റൂമിലേക്ക് പോകാം. നമ്മൾ റൂമാണ് 101. പക്ഷേങ്കിൽ ഇന്നലെ തിരക്ക് പിടിച്ച് വന്നിട്ട് നമുക്ക് ആ ലേസർ ഷോന് പോകാൻ വേണ്ടിയിട്ടുള്ള ടെൻഷനിൽ പരക്കം പാഞ്ഞു. ഇതിൻ്റെ കംപ്ലീറ്റ് ബ്ലോക്കിൽ അവിടെ ഓടി. അവസാനമാണ് 101. ഇത് 130 വന്നിട്ട് 159 101 എവിടെയാന്ന് നമ്മളുടെ ഒരു ടെൻഷൻ കൂടുമ്പോൾ കിട്ടൂലല്ലോ. അപ്പോൾ കാമൻ കൂളായാലും പെട്ടെന്ന് കിട്ടുമായിരുന്നു. പക്ഷെ നമ്മൾ ആ ലേസർ ഷോ മിസ്സാവാനും പാടില്ല. അതുകൊണ്ട് നമ്മൾ ഓടിപ്പറിച്ചിട്ടാണ് നമ്മൾ 101. ഇതാണ് നമ്മളെ റൂം. ചെരുപ്പൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊരു സ്റ്റാൻഡൊക്കെ ഉണ്ട് പുറത്ത്. നൈറ്റിലാണെങ്കിൽ അവിടെ ലൈറ്റൊക്കെ വരും. നൈറ്റിൽ വരുന്ന വ്യൂ ആണ്. ഇതാണ് നമ്മൾ ഇന്നലെ താമസിച്ച റൂം. 2 കോട്ട ഉണ്ടാവുക, എക്സ്ട്രാ ബെഡ് തരും, നമുക്കത് പഠിക്കാം. അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്, നല്ല വ്യൂ ആണ്. എന്താ വെച്ചാൽ 1400 റുപ്പീസിന് 3 ആൾക്ക് കിട്ടിയതാണ്. അപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല റൂം തന്നെയാണിത്. സ്റ്റോറേജ് ഉണ്ട്, സാധനങ്ങളൊക്കെ വെക്കാനും വേണ്ടിക്ക് എക്സ്ട്രാ ലോക്ക് നമ്മൾ കൊണ്ടുവന്ന് നമുക്ക് ലോക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ കീ അവർക്ക് കൊടുത്തിട്ട് പോകണം. നമുക്കങ്ങനെ ഒരു വിശ്വാസ്യതക്കുറവുണ്ടെങ്കിൽ നമുക്ക് ഒരു എക്സ്ട്രാ ലോക്ക് കൊണ്ടുവരേണ്ടി വരും. ബാത്റൂം ആണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, വലിയ പ്രശ്നമൊന്നുമില്ല. ഹോട്ട് വാട്ടർ ഉണ്ട്, അടിപൊളിയാണ്. അപ്പോൾ അതൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേങ്കിൽ നമ്മളിത് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പിന്നെ ദൂരത്തു നിന്നൊക്കെ വരികയാണെങ്കിൽ വെരി ബെറ്ററാണ്. അത് എന്താ വെച്ചാൽ ഇവിടെ താമസിച്ച് ലേസർ ഷോവും എല്ലാം കണ്ട് ദർശനം എല്ലാം കണ്ട് താമസിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റും. അതല്ലെങ്കിൽ ഇവിടെ അടുത്ത് ഇപ്പോൾ നമ്മളെ പോലെ റിലേറ്റീവ്സോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സ്റ്റേൻ്റെ ഒരു ആവശ്യമില്ല. വൈകുന്നേരം കണ്ടിട്ട് തിരിച്ചു പോകാം. നമ്മളിതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിചാരിച്ചു ഇതിൻ്റെ അടുത്തായിരിക്കും എന്നാണ്, നടന്നിട്ട് പോകേണ്ട ദൂരം ഉണ്ടാകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ അതായിരുന്നു ചെറുങ്ങനെ നമുക്കൊരു ഡിസപ്പോയിൻ്റ് ആയത്. അപ്പോൾ ഇവിടെ വന്നാലേ കാര്യം അറിയൂ. അങ്ങനെ നമ്മൾ റെഡിയായി, പാക്കപ്പ്, ലെറ്റ്സ് ഗോ.
അങ്ങനെ നമ്മൾ കയ്യിലെ ടാഗൊക്കെ കട്ട് ചെയ്ത് ദേവു ഇവിടെ 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 അപ്പോൾ നമ്മളിങ്ങനെ ടാഗ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് റിലീസായി. ഇനി നമ്മൾ വണ്ടി എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ പോവും. ഇനി ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ല. ഇന്നലെ രാത്രിയാണ് വന്നത്. ഇത് ഡേ ടൈമിലെ വ്യൂ ആണിത്. നമ്മൾ താമസിച്ച ബിൽഡിംഗ് ആണിത്. ബ്രഹ്മപുത്ര ഇതെവിടെ എഴുതിയിട്ടുണ്ട്, ബ്രഹ്മപുത്ര. ഇതേപോലെ ഒരുപാട് ബിൽഡിംഗ് ഈ സറൗണ്ടിങ്സിൽ ഇവരാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റേഴ്സൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് നമ്മൾ ഈ ഓരോ സ്റ്റാച്യൂയിലേക്കും ധ്യാന കേന്ദ്രത്തിലെല്ലാം ആയിട്ട്. അതുകൊണ്ടാണ് ഇവർ ഇത് കണ്ട ഇത്രയും പ്രൈവറ്റ് വെഹിക്കിൾസിൻ്റെ ഇവിടെ താമസിച്ച വണ്ടികൾ വെച്ചിട്ടുണ്ട്. ഇനി ഇത് അതുകൊണ്ടാണ് നമ്മൾ പ്രൈവറ്റ് വണ്ടി ഇവർ അലോ ചെയ്യാത്തത്. എന്തെന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ ഇവിടെ വലിയ ട്രാഫിക് ജാം ആവും. അതുകൊണ്ട് അവർ ബസ് സർവീസ് നമ്മൾ ഇന്നലെ അവിടെയായിരുന്നു, ബസ് വരുന്നത് അവിടെയാണ്. അതേപോലെ നമ്മളെ ബിൽഡിങ്ങിൻ്റെ മുന്നിൽ വരുന്നത് ബാറ്ററി വെഹിക്കിളാണ്. ബാറ്ററി വെഹിക്കിള് ഭക്ഷണത്തിന് പോകാൻ വേണ്ടിയിട്ടാണ്. ബസ്സാണെങ്കിൽ ഒരുവിധം എല്ലാ ഏരിയയും കവർ ആവുന്നുണ്ട്. അങ്ങ് സ്റ്റാച്യു വരെ നമുക്ക് പോകാൻ പറ്റും. ആദിയോഗി സ്റ്റാച്യു വരെ നമുക്ക് ബസ്സിൽ സുഖമായി പോവാം. പക്ഷേങ്കിൽ ചില സമയത്ത് പണി കിട്ടും, നല്ല റഷായിരിക്കും ബസ്സിൽ. കുറച്ച് ഈ ലേസർ ഷോയിലും കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ നമ്മൾ ഇന്നലെ 1, 2, 3 ബസ് നമ്മൾ കയറാൻ പറ്റുന്നില്ല. എന്നിട്ട് വിട്ടു. എന്നിട്ടും വെയിറ്റ് ചെയ്തിട്ട് അടുത്ത ബസ് വന്നു, അതൊരു രക്ഷയില്ല. പിന്നെ നമ്മളെ പേഷ്യൻസ് പോയി. എന്നിട്ട് നമ്മൾ ഒരു ഓട്ടോ, പ്രൈവറ്റായിട്ട് ഒരു ഓട്ടോ പിടിച്ച് 150 റുപ്പീസും കൊടുത്തിട്ട് ഇവിടെ ഗേറ്റിൽ വന്നിറങ്ങി. അപ്പോൾ ഇറങ്ങിയ സ്ഥലത്താണ് മനസ്സിലാവുന്നത് അവിടെ ഇത് ബിൽഡിങ്ങിൻ്റെ അടുത്തല്ല, ഇതിനടുത്ത് ഒരു പ്രൈവറ്റ് വെഹിക്കിൾ വരില്ല. ഈ ബ്രഹ്മപുത്രൻ്റെ അടുത്ത് വേറെയും ബിൽഡിംഗ് ഉണ്ട്, ചിലത് റോഡ് സൈഡിൽ. അവിടെയാണെങ്കിൽ നമുക്ക് വരാൻ പറ്റും. പിന്നെ ദേവു നീ അതിൽ എൻ്റർ ചെയ്തോ. അപ്പോൾ വേറെ ആണെങ്കിൽ വരാൻ പറ്റും. അപ്പോൾ ഇവിടെ പണി കിട്ടും. എന്നിട്ട് നമ്മൾ എഗെയിൻ ഓട്ടോന് 150 റുപ്യയും കൊടുത്തിട്ട് എഗെയിൻ അങ്ങനെ വരുന്ന ബസ്സിന് തന്നെ വെയിറ്റ് ചെയ്ത് അങ്ങനെയാണ് എത്തിയത്. അങ്ങനെ കുറച്ച് നമ്മൾ എക്സ്പെക്റ്റേഷൻ ചെയ്ത് ഇതിൽ നിന്ന് കുറച്ച് മാറി. ചില സമയം നമ്മൾ അങ്ങനെയാണ്, നമ്മൾ ഇമാജിനറി എന്ന് പറയുന്നത് നമ്മളൊരു സ്ഥലത്ത് നമ്മൾ പോകുന്നതിന് മുന്നിൽ നമ്മളങ്ങ് ഇമാജിൻ ചെയ്യുമല്ലോ, ഇങ്ങനെയായിരിക്കും സ്ഥലം. അത് ചിലപ്പം അതേപോലെ ആവണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ഭയങ്കരമായ എക്സ്പെക്റ്റേഷൻ ഒരിക്കലും വെക്കില്ല. എക്സ്പെക്റ്റേഷൻ എന്നല്ല, നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്ന് അറിയോ, ശരിക്കും അത് ഡിസപ്പോയിൻ്റ് എന്തുകൊണ്ടാണ് നമുക്ക് വന്നതെന്ന് വിചാരിച്ചാൽ, നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ സ്റ്റേ പിന്നെ ഗുരുവായൂരലുല്ല പോലെ, സത്യം ഗുരുവായൂർ അതാ കറക്റ്റ് എക്സാമ്പിൾ. ഗുരുവായൂരലുല്ല പോലെ നമ്മൾ റൂം എടുക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് കിഴക്കേ നടയിലും പടിഞ്ഞാറേ നടയിലും അവിടുത്തെ ചന്തയിലൊക്കെ നടക്കുന്നു. അതേപോലെ ഈ സ്റ്റേന്ന് ഇറങ്ങിയിട്ട് നമുക്ക് നേരെ നടക്കാമെന്നുള്ളതായിരുന്നു നമ്മൾ വിചാരിച്ചത്. അത് പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഡിസപ്പോയിൻ്റ് ആയത്. അല്ലാണ്ട് ദൂരെയുള്ള ആൾക്കാർക്ക് ഇപ്പം കോയമ്പത്തൂർ ആരും ഇല്ല, റിലേഷനൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് നിയർ ബൈ ദൂരെ താമസിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇഷയിലേക്കായിട്ട് നമ്മൾ വരികയാണെങ്കിൽ ഇഷേൻ്റെ സ്റ്റേ തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. വെരി ചീപ്പ് ആൻഡ് ബെസ്റ്റാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിപ്പം ഭക്ഷണമുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളെ കറക്റ്റ് ടൈം. പിന്നെ ഇവിടെ റൂട്ട് മാപ്പ് ഇവർ പറഞ്ഞു തരും. ആ റൂട്ട് മാപ്പ് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ആവില്ല, ഒരു 4 വട്ടം കേട്ടാലേ ചിലപ്പോൾ ആവുള്ളൂ. ചില ഗൈഡാണെങ്കിൽ അവർ പറഞ്ഞിട്ട് എല്ലാവരോടും മടുത്തിട്ട് ഭയങ്കര സ്പീഡായിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് രജിസ്റ്റർ ആവില്ല. അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മളിത് എക്സിറ്റ് കറക്റ്റാണ് പോകും. നമ്മൾ ഇന്നലെ ബഹു രസമായിരുന്നു. രാത്രി ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് മനസ്സിലായില്ല, അവിടെ നടപ്പാത ഉണ്ടല്ലോ, നമ്മൾ നടപ്പാതയിലെ കൂടെയാണ് വണ്ടി ഓടിച്ച് വന്നത്. ഇങ്ങെത്തിയാൽ എന്താ ഇത് റോഡിൻ്റെ 2 ടയറും അപ്പുറം ഇപ്പുറം പോകുന്നതെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഇപ്പുറത്താണ് വണ്ടി പോകുന്ന ഇതെന്ന് മനസ്സിലായത്. ഇപ്പാണ് മനസ്സിലായത്. നല്ല വ്യൂ അല്ലേ, നല്ല സ്ഥലം. ഇതാ അടുത്ത ബ്രഹ്മപുത്ര എന്ന് പറയുന്ന പോലെ ഇതിനും വേറെ എന്തോ പേരുണ്ട്. ഇന്നലെ എത്രയുണ്ടോ 1, 2, 3 എല്ലാം കണ്ടത്? അല്ല എന്തോന്ന് അതിന്റെ പേരെന്തായിരുന്നു? ശിവപാദത്തിന്റെ കറക്റ്റ്. ശിവപാദം എന്ന് പറയുന്ന ബിൽഡിങ്ങിനാണെങ്കിൽ അത് മനസ്സിൽ വെച്ച് പോയിട്ട് കാര്യമില്ല. അവിടെ അത് 1, 2, 3, 4 ഒക്കെ ഉണ്ട് ശിവപാദം. അപ്പോൾ അതൊക്കെ ഇതായിരിക്കും. ഇതാ നമ്മൾ ഇന്നലെ വന്ന പാദം നൈറ്റിൽ വന്നു, ഡേയിൽ ഇങ്ങനെയാണ്. ഓക്കേ, നമ്മൾ വന്ന വഴി തന്നെ പോവാ.
അല്ല ഇത് ഒന്നും ചേഞ്ചസ് ഇല്ലല്ലോ. ഇവിടുന്ന് പോകുന്നു, സെക്യൂരിറ്റി വിളിക്കുന്നുണ്ട്, ഒന്ന് പോസ് ചെയ്ത്. അങ്ങനെ നമ്മൾ അവിടുന്ന് സെക്യൂരിറ്റി നമ്മളെ സ്റ്റോപ്പ് ചെയ്തു. എന്താന്ന് വെച്ചാൽ ചെക്കൗട്ട് ചെയ്തോ ടാഗ് റിമൂവ് ചെയ്തോ എല്ലോ ചോദിച്ചേ. അപ്പോൾ പുള്ളി പറഞ്ഞു നമുക്കിപ്പോൾ അതിൻ്റെ മുന്നിൽ അവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്, ധ്യാനലിംഗേൻ്റെ മുന്നിൽ പാർക്കിംഗ് ഉണ്ട് ആ സർപ്പത്തിൻ്റെ അടുത്ത്. അപ്പോൾ അവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇനി അവിടെ പാർക്ക് ചെയ്തിട്ട് ഒന്നും കൂടി ഡേ ടൈമിൽ വേണ്ടെങ്കിൽ കുറച്ച് നടക്കണം, അല്ലെങ്കിൽ അവിടത്തേക്ക് വണ്ടി എടുത്തിട്ട് തന്നെ സ്റ്റാച്യൂലേക്ക് പോവാം. ധ്യാനലിംഗയിൽ നമുക്ക് അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് കണ്ടിട്ട് അവിടുന്ന് നേരെ ഇറങ്ങാം. അപ്പോൾ ഇന്നലെ ഞാൻ വിചാരിച്ചു ഒന്ന് മിസ്സായതെന്ന് പറഞ്ഞാൽ നമ്മളാ വൈകുന്നേരത്തെ ഒരു ലേസർ ഷോ കണക്ട് ആയതുകൊണ്ടാണ്. ആ ഫുഡ് ഇവരെ തന്നെ എന്തെന്നതിന് പറയാ, എന്തെന്നിരുന്നത് പറഞ്ഞേ, ഭിക്ഷയാണോ? അല്ല, ദീക്ഷയാ. ഓക്കെ, അവരെ ഫുഡുണ്ട് അവിടെ പ്രസാദം പോലെ, മീൻസ് അവരെ മീൽസും കാര്യങ്ങളെല്ലാം. അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല, അത് കഴിക്കാൻ പറ്റിയില്ല. സാരമില്ല. എന്താ വെച്ചാൽ നമുക്ക് അത്ര വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും ടൈം പ്രോബ്ലം ആയതുകൊണ്ടും ലേറ്റായി പെട്ടെന്ന് വീട്ടിലെത്താം, റെസ്റ്റ് ചെയ്ത് നാളെ വരാമെന്നുള്ള ഇതിലുകൊണ്ടും ഇത് ചെയ്തില്ല. അപ്പോൾ എല്ലായിടത്തും സെക്യൂരിറ്റി ചെക്ക് ഉണ്ട് ഓരോ ഗേറ്റിലും. ഇത് നമ്മളിപ്പോൾ എത്തിയിട്ട് അതിൻ്റെ പുറത്തായി കേട്ടോ. ഇനി ഇത് ശരിക്കും പറഞ്ഞാൽ ഇവരെ ഏരിയ ആണോ എന്നറിയില്ല, പ്രൈവറ്റ് ആൾക്കാരൊക്കെ ഇത് കണ്ട സൈക്കിളൊക്കെ എടുത്ത് പോകുന്നത്. ഇവിടെയുള്ള സ്റ്റാഫിനൊക്കെ സൈക്കിള് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അവർക്ക് താമസിക്കേണ്ട സൗകര്യങ്ങളൊക്കെ നമ്മൾ താമസിച്ച് അതേപോലെ തന്നെ ഓരോ ബിൽഡിങ്ങിൽ തന്നെയാണ്. ഇഷ്ടംപോലെ ഇല്ല, എത്രയുണ്ട്. അപ്പോൾ അവരവിടുന്ന് ഷട്ടിൽ സർവീസ് ചെയ്യുന്നത് അവർ ഓൺ സൈക്കിള്, എനിക്കൊന്നും അത് ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്ത സൈക്കിളായിരിക്കണം. പിന്നെ ബുള്ളക്കാട്ടൊക്കെ അടിപൊളിയാണ്, അത് ഫ്രീ അല്ല, അതിന് നമ്മൾ ചെറിയ ടിക്കറ്റ് എടുക്കണം, അത്രയും എമൗണ്ട് ചോദിച്ചില്ല. അവിടെയൊക്കെ റഷായിരുന്നു ഇന്നല്ല. ലേസർ ഷോ കഴിഞ്ഞ പാട് മൊത്തത്തിൽ റഷാവും, ബസ്സിലും തിരക്കായിരിക്കും. നമ്മൾ കാത്തു നിന്ന വെയിറ്റ് ചെയ്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ധ്യാനലിംഗേൻ്റെ അടുത്താണ്. അപ്പോൾ ബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് അപ്പുറത്തെ നമുക്ക് പെട്ടെന്ന് അറിയില്ലല്ലോ, പിന്നെ ഇത് സ്റ്റാച്യൂവിൻ്റെ അടുത്ത് നിന്നാണ് ബസ് സ്റ്റാർട്ട് ചെയ്തതെന്ന് തോന്നുന്നു. അപ്പോൾ അവിടുന്ന് നമ്മളിപ്പോൾ ധ്യാനലിംഗയിലെത്തി. അങ്ങനെ നമ്മൾ ധ്യാനലിംഗേൻ്റെ അടുത്തെത്തി. ആ സ്നേക്കിൻ്റെ എല്ലാം കണ്ട. ഇവിടുന്ന് ഇപ്പോൾ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് സദ്ഗുരുവിൻ്റെ ആ ഇതുണ്ടല്ലോ, എന്താ പറയുക, ആ ഒരു മന്ത്രത്തിൻ്റെ അതിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. അത് കേൾക്കാൻ തന്നെ അടിപൊളിയാണ്. ഈ ബുള്ളക്കാട്ടിൻ്റെ വണ്ടിയാണ് ഇവിടെ ഫുൾ കിടക്കുന്നത്. ബുള്ള് അപ്പുറത്തുണ്ടാവും, അറിയില്ല ഉള്ളിൽ. ഇതിൻ്റെ ഉള്ളിൽ മൊബൈൽ അലൗഡ് അല്ല, ഇവിടെ വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യണം. ഞങ്ങൾ അങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഓക്കെ.